നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ സ്വരാജ് പിന്തുണയ്ക്ക് ശേഷം മലയാള സാഹിത്യ ലോകം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ വാദപ്രതിവാദങ്ങളുമായി നിറയുകയാണ്. ഇത്തവണ രാഷ്ട്രീയമല്ല, സാഹിത്യം തന്നെയാണ് ചർച്ചാ വിഷയം. അഖിൽ പി ധർമ്മജന്റെ നോവൽ റാം കെയർ ഓഫ് ആനന്ദിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചതിനെ ചൊല്ലിയാണ് പുതിയ വിവാദം. സാഹിത്യത്തിൽ ഭാഷാപരമായ ഔന്നത്യത്തിനാണോ ജനപ്രിയതയ്ക്കാണോ പ്രസക്തി എന്ന വിഷയത്തിൽ മുതിർന്ന എഴുത്തുകാരടക്കം അഭിപ്രായം പറയുന്നുണ്ട്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ചില ഡാറ്റാ ഷീറ്റിലെ വിവരങ്ങളിലേക്ക് പോയതിനു ശേഷം അതിൻ്റെ ചർച്ചയിലേക്ക്. കേന്ദ്ര സാഹിത്യ അക്കാദമി 35 വയസ്സിന് താഴെയുള്ള എഴുത്തുകാർക്ക് നൽകുന്ന പുരസ്കാരമാണ് അഖിൽ പി ധർമ്മജന് ലഭിച്ചത്. തുടക്കം 2011 ഈ അവാർഡിൻ്റെ തുടക്കം. 50,000 രൂപയും ഫലകവുമാണ് ഇതിൻ്റെ പുരസ്കാരം. ഇന്ത്യയിലെ 24 ഭാഷകളിൽ നിന്നുള്ള മികച്ച കൃതികൾ പരിഗണിക്കും. ഓരോ ഭാഷയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട കൃതിക്കാണ് അവാർഡ് നൽകുക. എല്ലാ ഭാഷയിലും തിരഞ്ഞെടുപ്പിനായി അതത് ഭാഷാ വിദഗ്ധരുടെ ജൂറിയുണ്ട്. അതത് വർഷങ്ങളിലെ കൃതികളും സമീപ വർഷങ്ങളിലെ ജനപ്രിയ കൃതികളും പരിഗണിക്കും എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. മലയാളത്തിൽ നിന്ന് ഫൈനൽ റൗണ്ടിന് എത്തിയത് 10 പേരുടെ കൃതികളാണ്. ദുർഗാപ്രസാദ്, ജിൻഷാ സി, VM മൃദുൽ, അലീന സാബു തുടങ്ങിയവരെല്ലാം ആ ലിസ്റ്റിലുണ്ടായിരുന്നു. AG ഒലീന, ഡോക്ടർ V രാജീവ്, ഡോക്ടർ ശ്രീവൃന്ദ നായർ എന്നിവർ ജൂറി അംഗങ്ങളായിരുന്നു. ജൂറി അഖിൽ പി ധർമ്മജനെ തെരഞ്ഞെടുത്തത് ഏകകണ്ഠമായാണ്. 2020 ഡിസംബറിൽ DC ബുക്സാണ് റാം കെയർ ഓഫ് ആനന്ദി പ്രസിദ്ധീകരിച്ചത്. ചെന്നൈ നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ഒരു നോവലാണ്, എഴുതിയ ഒരു നോവലാണ്. റാം, ആനന്ദി, മല്ലി, പാട്ടി എന്നിവരാണ് നോവലിലെ മുഖ്യ കഥാപാത്രങ്ങൾ. കാലിക്കറ്റ് MG സർവകലാശാലകളിലെ BA മലയാളം സിലബസിൽ നോവലിൻ്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. നോവൽ 54 പതിപ്പുകൾ പിന്നിട്ടു. 4 ലക്ഷത്തിനടുത്ത് കോപ്പികൾ വിറ്റഴിഞ്ഞു. 399 രൂപയാണ് പുസ്തകത്തിൻ്റെ വില. ഏകദേശ വിറ്റുവരവ് 14 കോടി രൂപയോളം. എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജനെ കുറിച്ച് കൂടി പറയാം. 18-ാം വയസ്സിൽ ആദ്യ നോവൽ ഓജോ ബോർഡ് ഫേസ്ബുക്ക് വഴി പ്രസിദ്ധീകരിച്ചു. പിന്നീട് പുസ്തകമായി മെർക്കുറി ഐലൻഡ്, 2025 മെയ്യിൽ പുറത്തിറങ്ങിയ രാത്രി 12-ന് ശേഷം എന്നിവ മറ്റ് കൃതികളാണ്. റാം കെയർ ഓഫ് ആനന്ദി സിനിമയാക്കുന്നതിനുള്ള ആദ്യഘട്ട വർക്കുകൾ പുരോഗമിക്കുന്നു. 2018 എന്ന മലയാള ചിത്രത്തിൻ്റെ സഹ തിരക്കഥാകൃത്ത് കൂടിയാണ് അഖിൽ പി ധർമ്മജൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ പ്രഖ്യാപനത്തിന് പിന്നാലെ മലയാള സാഹിത്യ ലോകത്ത് വലിയ വിവാദമാണ് ഉണ്ടായത്. അഖിൽ പി ധർമ്മജനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ സാഹിത്യ ചർച്ചകൾ നടന്നു. നിലവാരമില്ലാത്ത ജനപ്രിയ നോവലെന്നാണ് ഒരു വിഭാഗം, എന്നാൽ അങ്ങനെ പരിഹസിക്കേണ്ടതില്ല എന്ന് മറുപക്ഷവും. നോവലിലെ റാം കണ്ട് തെറ്റിദ്ധരിച്ച് അവാർഡ് നൽകിയതാണ് എന്നുവരെ വിമർശനമുണ്ടായി. ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചാലോ വാങ്ങിയാലോ മികച്ച കൃതിയാകില്ല എന്ന് ഇന്ദു മേനോൻ. മുത്തുച്ചിപ്പിയിൽ പ്രസിദ്ധീകരിക്കുന്ന വ്യക്തിക്ക് മുഖ്യ അവാർഡ് കൊടുക്കുന്നതും ഇനി പ്രതീക്ഷിക്കണം എന്നാണ് ഇന്ദു മേനോൻ കടത്തി പറഞ്ഞത്. പുരസ്കാരത്തെ കാണുന്നത് സ്റ്റാർട്ടപ്പിന് കിട്ടിയ സമ്മാനമായാണെന്ന് കൽപ്പറ്റ നാരായണൻ പറയുന്നു. അഖിലിനോട് മാത്രം എന്തിനാണ് വിരോധമെന്ന് വിനിൽ പോൾ ചോദിക്കുന്നു. ചില വിമർശനങ്ങളിൽ സാഹിത്യത്തിലെ വരേണ്യത തേളിക്കുന്നതായി അശോകൻ ചെരുവിൽ പറയുന്നു. സാഹിത്യത്തിൻ്റെ മൂല്യനിർണ്ണയത്തിന് ഏതെങ്കിലും ഒരു സ്കെയിൽ ഇല്ലല്ലോ എന്നും അശോകൻ ചെരുവിൽ പറഞ്ഞു. വിമർശനങ്ങൾക്ക് അഖിലിൻ്റെ മറുപടിയുമുണ്ട്. വിമർശനങ്ങൾക്ക് കാരണം മുതിർന്ന എഴുത്തുകാരുടെ വായനയുടെ ആഴമാണ് എന്നാണ് അഖിൽ പി ധർമ്മജൻ പറഞ്ഞത്. ഇന്ദു മേനോൻ്റെ അഭിപ്രായ പ്രകടനം അല്പം കടന്നുപോയി എന്നും അഖിലിന് ഒരു പരിഭവമുണ്ട്. ജനപ്രിയ സാഹിത്യം പിന്തള്ളപ്പെട്ടു പോകുന്ന കാലത്ത് കൃതിക്ക് അവാർഡ് നൽകിയ ജൂറിക്ക് നന്ദിയും അദ്ദേഹം പറയുന്നു. പുതിയ വായനക്കാരെ സാഹിത്യ ലോകത്തെത്തിക്കാൻ പുസ്തകത്തിനായി എന്നും അഖിൽ പി ധർമ്മജൻ വിശ്വസിക്കുന്നു. തനിഷ്, ഈ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഇലക്ഷന് ശേഷം സാഹിത്യകാരന്മാർ വീണ്ടും സജീവമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എൻ്റെ ഒരു നമുക്ക് കൂടുതൽ സമയം ഇല്ലാത്തത് കൊണ്ട് ഒരൊറ്റ കാര്യം ഞാൻ പറയാം. എനിക്ക് ആരെയും ഈ മേതിൽ രാധാകൃഷ്ണൻ്റെ നോവൽ വായിച്ച് വായനയിലേക്ക് വന്ന ഒരൊറ്റയാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ മുട്ടത്തുവർക്കിയുടെയും കാനത്തിൻ്റെയും മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ജനപ്രിയ വായനയിലൂടെ ഈ വായനയിലേക്ക് വന്ന ധാരാളം പേരെ എനിക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഇതിനെ ഈ മട്ടിൽ, ജനപ്രിയതയെ ഈ മട്ടിൽ പരിഹസിച്ചൊതുക്കേണ്ട ഒരു സംഗതിയാണോ? സാഹിത്യകാരന്മാർ ഇങ്ങനെ ഒരു തർക്കത്തിന് നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇതിനകത്ത് അഖിൽ പി ധർമ്മജനെ അഭിനന്ദിക്കുക എന്നുള്ളതാണ് ആദ്യം സാധ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വലിയ പുരസ്കാരമാണത്. അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടുന്നത് മാത്രമല്ല, അദ്ദേഹം നമ്മൾ നേരത്തെ കണ്ടില്ല 18 കോടി രൂപയോളമാണ് അതിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ വിറ്റ് വരവ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പുസ്തകം, നോവൽ, ഒരു ചെറുപ്പക്കാരൻ 28 വയസ്സുള്ള എഴുതിയൊരു ചെറുപ്പക്കാരൻ എഴുതിയൊരു പുസ്തകത്തിനാണ് 18 കോടി. നമ്മുടെ വലിയ 14 കോടി ശരാശരി സിനിമയുടെ ഒരു വിജയചിത്രത്തിൻ്റെ പൈസ. അപ്പോൾ അത് അയാൾ സ്വന്തം നിലക്ക് അയാളുടെ സ്വന്തം തലയും ഭാവനയും മാത്രം ഉപയോഗിച്ചൊരു പേപ്പറിലും പേനയും അല്ലെങ്കിൽ ലാപ്ടോപ്പിലും മറ്റൊരു സംവിധാനങ്ങളും ഇല്ലാതെ എഴുതിയ കൃതിയാണ്. അദ്ദേഹത്തെ വലിയ ഹാർദവമായിട്ടുള്ള അഭിനന്ദനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി ഉണ്ടാകുന്നതിൽ ഒരു അസ്വാഭാവികതയില്ല.
ഈ നാട്ടിൽ ഹിറ്റാകുന്ന വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന എന്തിനും രണ്ടഭിപ്രായങ്ങളുണ്ടാവും. ആ രണ്ടഭിപ്രായങ്ങൾ ഇവിടെ ഉണ്ടായി എന്ന് കണ്ടാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ തന്നെ 24 ഭാഷകളിലെ ചെറുപ്പക്കാർക്ക് ഈ അവാർഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയാണല്ലോ ഇത്ര വലിയ ചർച്ച ഉണ്ടായത്. ഈ ചർച്ച ഉണ്ടാകുന്നതിൽ എന്തെങ്കിലും ഇന്ദു മേനോൻ പറഞ്ഞതിലോ ഇതിനകത്ത് ഇതിനെ വിലയിരുത്താനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും അഖിൽ പി ധർമ്മജൻ തന്നെ പറഞ്ഞാണ്. അഖിൽ ഇവിടെ പറഞ്ഞില്ലേ, അതായത് ഇന്ദു മേനോൻ്റെ വിമർശനം കുറച്ച് കടന്നുപോയി. അതിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. വിമർശിക്കുന്ന ആളുകൾ അവരുടെ വായനയുടെ ആഴം കൊണ്ടാണ് വിമർശിക്കുന്നത്. ശരിയാണ്, ഇതിനേക്കാൾ മഹത്തരമായ എത്രയോ കൃതികൾ ലോകത്തുണ്ട്. അത് വായിച്ച ആൾക്ക് എന്താണ് ഈ കൃതി എന്ന് ചോദിക്കും, തോന്നും, അവരത് പറയുകയും ചെയ്യും. അതിലൊരു പിശകുമില്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാകും. ഒപ്പം ഈ നോവൽ മഹത്തായ സാഹിത്യകൃതിയല്ല എന്ന് അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞത് മറ്റാരുമല്ല, അഖിൽ പി ധർമ്മജൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതിയിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ അവതാരകൽ അദ്ദേഹം എഴുതി വെച്ചാണ് ഇത് മഹത്തായ കൃതിയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അത് ഇംഗ്ലീഷിൽ വന്നപ്പോൾ വന്നിരിക്കുന്ന ഒരു റിവ്യൂ ലേഖനം എന്താ പറയുന്നത്? ഓവറോൾ റാം കെയർ ഓഫ് ആനന്ദി ഈസ് എൻ എൻഗേജിംഗ് പിക്ചറസ്ക് ലവ് സ്റ്റോറി വിത്ത് എ ടച്ച് ഓഫ് വിംസി. ഇഫ് യു എൻജോയ് സ്റ്റോറീസ് ദാറ്റ് ഫീൽ ലൈക്ക് എ ബോളിവുഡ് romance brought to life on the page, complete with grand emotions, charming settings and a hint of nostalgia. This book is a delightful pick. Just be prepared for a leisurely ride rather than a fast-paced read. ഇത്രയേ ഉള്ളൂ. അതായത് അത് ഈ ലേഖനത്തിൽ തന്നെ പറയുന്നത് കരൺ ജോഹറസ്ക് നോവൽ എന്നാണ്. കരൺ ജോഹറസ്ക് നോവലാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടാവുന്ന ആൾക്ക് ഇഷ്ടപ്പെടാം. അത് അഖിൽ പി ധർമ്മജൻ്റെ നോവൽ സാഹിത്യത്തെക്കുറിച്ച് അറിയാവുന്നവർ അഖിൽ പി ധർമ്മജൻ തന്നെ പറഞ്ഞിരിക്കുന്ന മഹത്തായ നോവലല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവാർഡ് കിട്ടുമ്പോൾ ഇത്രമാത്രം വലിയ സാഹിത്യകാരും വായനക്കാരും ഉള്ളൊരു കേരളത്തിൽ ആളുകൾ സ്വാഭാവികമായിട്ടും പറയും ഇത് അത്ര മഹത്തരായ നോവലല്ല. അത് കേൾക്കുക, പോവുക. അതിനോട് വളരെ വിനയത്തോടെയാണ് അഖിൽ പി ധർമ്മജൻ. പക്ഷേ അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ഒരു സാഹിത്യകാരൻ ഇപ്പോൾ ഇന്ദു മേനോൻ്റെയൊക്കെ വിമർശനം കടന്നുപോയി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു പ്രശ്നം അതിന് ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ ഇത് വായിച്ചവരാണോ അല്ലാത്തവരാണോ എന്നറിയില്ല, ഒരു രക്ഷയുമില്ലാത്ത പരിഹാസവുമായിട്ട് രംഗത്തേക്ക് വന്നു. അതാണ് ഒട്ടും സുഖകരമല്ലാതെ എനിക്ക് തോന്നിയ ഒരു കാര്യം. ആത്യന്തികമായി ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു ഇവന്റ് ആയിരുന്നു. എനിക്ക് നോവലിനെ അത് ആ നിലയ്ക്കാണ് കാണാൻ താല്പര്യം. ഏറ്റവും ചെറിയ ചെറുപ്പക്കാരും ഈ നോവൽ ഇങ്ങനെ ട്രെയിനിലൊക്കെ ഇരുന്ന് വായിക്കുന്നതിൻ്റെ റീൽസൊക്കെ എടുത്ത് വല്ലാതെ പങ്കുവച്ചു. മാത്രമല്ല, ജനപ്രിയ സിനിമയ്ക്ക് ദേശീയ അവാർഡ് ആകാമെങ്കിൽ ജനപ്രിയ നോവലിനുമാകാമെന്നാണ് എൻ്റെ അഭിപ്രായം. ഭാഷ ഉണ്ടായത് തന്നെ ഒരർത്ഥത്തിൽ പൾപ്പ് ഫിക്ഷൻ പറയാനാണെന്ന് യുവാൽ നോവ ഹരാരിയെ പോലുള്ള നരവംശ ചരിത്ര ചിന്തകർ നിരീക്ഷിച്ചിട്ടുണ്ട്. മനുഷ്യകുലം സാഹിത്യം കണ്ടെത്തിയ കാലം മുതലേ ക്ലാസിക് കാവ്യങ്ങളും പൾപ്പ് ഫിക്ഷനും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ജനപ്രിയ എഴുത്തുകളായി ഒരു കാലഘട്ടത്തിൽ ഗണിച്ചിരുന്ന കൃതികൾ കാലാന്തരെ ക്ലാസിക്കുകളായി ഉയരുന്നതിനും നമ്മുടെ മലയാളമടക്കം സാക്ഷിയായിട്ടുണ്ട്. ഉന്നതമായ ഭാഷ ഏറ്റവും ഗാഠമായും സാന്ദ്രവുമായും പ്രയോഗിച്ച മഹാരൂപികളായ പല എഴുത്തുകാരും അവരുടെ കാലത്ത് ആഘോഷിക്കപ്പെടാതെ പോയിട്ടുമുണ്ട്. എന്നിരുന്നാലും ജനകീയത സാഹിത്യത്തിന് ഒരലങ്കാരം തന്നെയാണ് എന്ന് RDX ഉറച്ചു വിശ്വസിക്കുന്നു. ജനപ്രിയ എഴുത്തുകൾക്ക് കിട്ടുന്ന വലിയ പുരസ്കാരം അതിന് കിട്ടുന്ന ജനകീയതയും വിറ്റുവരവും തന്നെയാണെന്ന് RDX കരുതുകയും ചെയ്യുന്നു.